ഒരുപക്ഷെ നാളെയോ ഇന്ന് രാത്രി വൈകിയോ നാളെയോ ഒക്കെ ഈ മൃതദേഹം കോഴിക്കോടേക്ക് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരം. ശ്രീനാഥ് അവിടെ തുടരുന്നുണ്ട്. ശ്രീനാഥ്, കേൾക്കാമെങ്കിൽ ഈ മൃതദേഹം കരയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇനിയും ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്ന ഒരുപക്ഷെ ജില്ലാ കളക്ടറോ SP അവിടെ എത്താൻ വൈകുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കിപ്പോൾ നൽകാൻ വേണ്ടി കഴിയുന്നത്, നമ്മളിപ്പോൾ ഈ ഡ്രഡ്ജറിനകത്തേക്ക് പ്രവേശിച്ചതാണ്. ഇവിടെ നിന്ന് ലോറിയുടെ ഏറ്റവും അടുത്ത് നിന്നുള്ള ലോറിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതെന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ ക്യാബിൻ ആകെ തകർന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു വട്ടം കൂടി മൃതദേഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ മറ്റോ ഇതിലുണ്ടാകുമോ? കാരണം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ആ തരത്തിലുള്ള പരിശോധന ഒരു വട്ടം കൂടി ഇപ്പോൾ ഇവിടെ നടത്തുകയുണ്ടായി. അതിനുശേഷം അങ്ങനെയൊന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മറ്റു നടപടിക്രമങ്ങൾ ഈ ലോറി കരയിലേക്ക് അടുപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ നടക്കും. നേരത്തെ പുഴയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇതിപ്പോൾ ലോറി ക്രെയിൻ വെച്ച് ഉയർത്തിയതിന് ശേഷം പിന്നീട് ഈ ഡ്രഡ്ജർ പതുക്കെ കരയിലേക്ക് ടഗ് ബോട്ട് ഉപയോഗിച്ച് നീക്കി ഏതാണ്ട് കരയ്ക്ക് അടുത്തേക്ക് എത്തുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് മുകളിലേക്ക് കയറ്റുകയും ചെയ്യും. മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് അങ്കോളയിലെ ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ രാവിലെയോടെ കേരളത്തിലേക്ക്, കോഴിക്കോടേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്കിപ്പോൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു വലിയ ശ്രമകരമായ ഏതാണ്ട് 72 ദിവസത്തോളം നീണ്ട ശ്രമകരമായ ദൗത്യമാണ് അർജുൻ എന്തു പറ്റിയെന്ന ആ വലിയ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് നടന്നത്. അതിനുള്ള ഉത്തരം, ഏതാണ്ട് വേദനാജനകമായ ഒരു ഉത്തരം നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഉത്തരത്തോട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകേണ്ട സമയവും ആയിരിക്കുന്നു. ഏതാണ്ട് ഇത്രയും ദിവസമായതുകൊണ്ട് മൃതദേഹം ആ അവസ്ഥയിലാണ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ പോലും അത് പുറത്തെടുക്കുകയും അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ലോറിയുടെ ക്യാബിൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന് അവസ്ഥയിലാണ് എന്ന് നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത കാഴ്ചയിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് അതിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ശ്രമകരമായിരുന്നു. അത് പിന്നീട് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഡ്രഡ്ജറിൽ തുടരുന്നുണ്ട്. ഇനിയിപ്പോഴുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്യും. ഇനിയിപ്പോൾ ലോറി മുകളിലേക്ക് കൊണ്ടുവരണം, കരയിലേക്ക് അടുപ്പിക്കണം. അതോടൊപ്പം തന്നെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റണം. ഒരു ആംബുലൻസ് ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുമുണ്ട് ഇവിടെ. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനാഫൊക്കെ അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നു. ഡ്രഡ്ജറിൽ അടുത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. MLAയും SP അടക്കമുള്ളവർ, SP-യും കളക്ടറും അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നും അറിയുന്നുണ്ട്. അല്പസമയത്തിനകം അപ്പോൾ എല്ലാവരും ചേർന്ന ഒരു മാധ്യമ ബ്രീഫിംഗ് എന്തായാലും ഉണ്ടാവണം. കാര്യം ഇത് വലിയൊരു ദൗത്യത്തിൻ്റെ, ഒരുപക്ഷെ അടുത്ത കാലത്ത് കർണാടകയും കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത വലിയൊരു ദൗത്യത്തിൻ്റെ, അത് വലിയ ദൗത്യമെന്ന് ഉറപ്പായും പറയണം. കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ അതിനുശേഷം നമ്മളൊരു വലിയ വയനാട് ദുരന്തം നമ്മൾ കണ്ടു. ആ വയനാട് ദുരന്തത്തിൽ കാണാതായവരെ നമ്മൾ കണ്ടു. അതിനുശേഷം പതിയെ ആ തിരച്ചിൽ തീരുന്നതൊക്കെ നമ്മൾ അതിനുശേഷം നമ്മൾ കണ്ടവരാണ്. ഇത് പിന്നെയും ദീർഘനാൾ നീണ്ടിപ്പോൾ അതിനിടവേളകളുണ്ടായി. അതിന് പല പ്രശ്നങ്ങളുണ്ടായി. അതിന് പല സാങ്കേതിക പ്രശ്നങ്ങളും ഡ്രഡ്ജർ എത്തിക്കുന്നുള്ള പ്രശ്നങ്ങളുണ്ടായി. കാലാവസ്ഥ അനുകൂലമല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി. എങ്കിൽ കൂടിയും ഈ പറഞ്ഞ 70 ഇന്നിപ്പോൾ 72-ാം ദിവസമാണ്. 71 ദിവസങ്ങളിൽ ഒരു 52 ദിവസങ്ങളിലെങ്കിലും തുടർച്ചയായ ദൗത്യം അവിടെ നടന്നിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അർത്ഥത്തിൽ തന്നെ സമാനതകളില്ലാത്ത വലിയ ദൗത്യം. കർണാടക തന്നെ അത്രയും ദിവസം നീണ്ട വലിയൊരു ദൗത്യം ഉണ്ടാകുമോ എന്നറിയില്ല. അപ്പോൾ ആ ദൗത്യത്തിനൊടുവിൽ കാർവാർ MLA അടക്കമുള്ളവർ, അതിന് നേതൃത്വം നൽകിയവർ മാധ്യമങ്ങളെ കാണുക, ആ ദൗത്യത്തെപ്പറ്റി വിശദീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പ്രേക്ഷകർ കാണുന്ന ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് ഈ ഗംഗാവലി പുഴയുടെ തീരമാണ്. അതിന് മുകളിൽ കാണുന്നതാണ് മണ്ണിടിഞ്ഞിറങ്ങി വന്ന നമ്മുടെ അർജുൻ്റെ വണ്ടിയെയും അർജുൻ്റെ ജീവിതവും ഇല്ലാതാക്കിയ ആ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടുന്ന് ഒരുപാട് മാറി നമ്മൾ ആ ദിവസങ്ങളൊക്കെ പോയപ്പോൾ കണ്ട അതിഭീകരതയൊക്കെ മാറുന്നുണ്ട്. അവിടുത്തെ മണ്ണൊക്കെ കുറേ അധികമൊക്കെ മാറ്റി. അവിടെ കുറേയധികം ആളുകൾ നിലനിൽക്കുന്നത് കാണാം. ഒരുപക്ഷെ ഈ വിവരം അറിഞ്ഞൊക്കെ എത്തി അവിടുത്തുകാരും മലയാളികളും അടക്കമുള്ളവരായിരിക്കും തന്നെയാകണം അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അർജുനുള്ള ആദ്യ യാത്രാമൊഴി എന്നുകൂടി പറയാം. അവരവിടെ നിൽക്കുന്ന യാത്രാമൊഴി നൽകാൻ കൂടിയാണല്ലോ ആ നിൽപ്പ്. ഡിങ്കി ബോട്ടിൽ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അവിടുന്ന് ഒരു സംഘം, ആ കരയിൽ നിന്നൊരു സംഘം മത്സ്യബന്ധന ബോട്ടിൽ അല്ലെങ്കിൽ യന്ത്രവൽകൃത ബോട്ടിൽ ഇങ്ങോട്ടേക്ക് ഈ ഡ്രഡ്ജറിനടുത്തേക്ക് എത്തുകയാണ്. അത്
അത് മനാഫ് അടക്കമുള്ളവരാണോ എന്നറിയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ നിന്ന്, ഈ ഡിങ്കി ബോർഡിലുള്ള മൃതദേഹം അവിടെ നിന്ന് കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാണ് വൈകുന്നത്, ആ വൈകൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മംഗളൂരു ലാബിൽ പരിശോധന നടക്കാൻ പോകുന്നു